ഈ വീഡിയോയിൽ താത്തയുടെ പേരിടാൻ നിങ്ങൾ മറക്കല്ലേ. താത്തയ്ക്ക് എനിക്ക് കണിയാനിട്ടപ്പോൾ താത്തയ്ക്ക് മറ്റേ വാട്ട് ഇഫ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാം. താത്തയ്ക്ക് ഞാൻ ഏത് പേരിൽ വിളിക്കണമെന്ന് നിങ്ങളൊന്ന് പറയൂ, എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ. താത്തയ്ക്ക് അനുയോജ്യമായൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇങ്ങനൊരു വേഷത്തിൽ എന്തായിരിക്കും, ഇന്നലെ മുതൽ ഞാനൊരു കണിയാനായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഒരു യൂട്യൂബർ, ഒരു സോ കോൾഡ് ഇൻഫ്ലുവൻസർ, അവരെ തന്നെ വിളിക്കുന്നത് ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്നാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ എനിക്ക് തന്ന പേരാണ് കണിയാൻ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വന്നിട്ട് ഒരാൾ നമ്മുടേതല്ലാത്തൊരു പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ആ തത്തയല്ല കേട്ടോ, താത്തയ്ക്ക് നമോവാകം, നമസ്കാരം. അപ്പോൾ നോമിന്ന് കുറച്ച് പ്രവചനങ്ങൾ അങ്ങോട്ട് നടത്താൻ പോവുകയാണ്. കണിയാന്മാർ അങ്ങനെയല്ലേ ചെയ്യുന്നത്, തോന്നുന്ന കാര്യങ്ങൾ അവർ വിളിച്ച് പറയുന്നു. അപ്പോൾ ഈ താത്ത പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. താത്ത ആരാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? താത്ത ആരാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. കാരണം താത്ത പറയുന്നത് റീച്ചിന് വേണ്ടിയല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഈ താത്ത പറയുന്നത്. അതുകൊണ്ട് ഈ താത്തയുടെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് റീച്ച് വേണ്ട. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ വേഷമൊക്കെ അണിയാൻ ഭാഗ്യം ഉണ്ടാക്കി തന്ന താത്തയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താത്ത പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിഗ് ബോസിലെ അക്ബറിനെ താത്ത അങ്ങോട്ട് എക്സ്പോസ് ചെയ്തു. അക്ബറിൻ്റെ ടിൻഡർ ചാറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് താത്ത അങ്ങോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് വിരിച്ചിട്ട് കൊടുത്തു, നിങ്ങൾ കയറി മേഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ താത്ത വിചാരിച്ച പോലെ അതങ്ങോട്ട് ഏറ്റില്ല. താത്ത വിചാരിച്ചു അക്ബർ അവിടെ മുതൽ അങ്ങോട്ട് ഏറി കയറുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അക്ബർ അങ്ങോട്ട് ഏറി കയറിയില്ല. കാര്യങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാർ, കാര്യങ്ങൾ മനസ്സിലായ ആൾക്കാർ വന്നിട്ട് താത്തേനെ അങ്ങോട്ട് ഏറി കയറ്റി. അത് താത്തയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അപ്പോൾ താത്ത വന്നിട്ട് എന്ത് ചെയ്തു, റീപ്ലൈ ടു സം യൂട്യൂബേഴ്സ്. താത്തയ്ക്കെതിരെ സംസാരിച്ചവർക്ക് എല്ലാം താത്ത അങ്ങോട്ട് മറുപടി പറഞ്ഞു. ഈ ഏറിക്കേറിയ ക്ഷീണം അങ്ങോട്ട് മാറ്റണമല്ലോ, അതിന് വേണ്ടി ഈ മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനകത്ത് വരുന്നൊന്നും വിചാരിച്ചില്ല. കാരണം നമ്മൾ റീച്ചൊന്നും ഇല്ലാത്ത, താത്തയുടെ ഭാഷയിൽ റീച്ചൊന്നും ഇല്ലാത്ത ചെറിയൊരു യൂട്യൂബർ അല്ലേ. പക്ഷേ എൻ്റെ സുഹൃത്തായ മനു പറയുന്ന പോലെ നമ്മളറിയാതെ നമ്മളൊരു അധോലോകമായി മാറുന്നു ഷാജിയേട്ടാ എന്ന് താത്തയെ അങ്ങോട്ട് തെളിയിച്ചു. നമ്മൾ പറഞ്ഞത് താത്തയ്ക്ക് അങ്ങോട്ട് കൊണ്ടു, അതാണ് സത്യം. ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, ചില കാര്യങ്ങൾ വിത്ത് പ്രൂഫ് വെച്ച് കാണിച്ചപ്പോൾ താത്തയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അപ്പോൾ താത്ത പറയുന്നു അവൻ്റെ തോന്നലുകൾ, അവൻ്റെ വാദം, അവൻ്റെ ചിന്തകൾ, അതൊക്കെയാണ് അവൻ പറയുന്നത്, അല്ലാണ്ട് ഇതിനകത്തൊന്നും സത്യമില്ല എന്നാണ് താത്ത പറയുന്നത്. പക്ഷേ ഈ സത്യം തെളിയിക്കാൻ താത്ത തയ്യാറുമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താത്തയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ലേ. എന്തൊക്കെയാണ് താത്ത എന്നെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനുവിനെയും പറഞ്ഞിട്ടുണ്ട്. അതാണ് കോമഡി. ഞങ്ങളൊക്കെ താത്തയുടെ കണ്ണിൽ ഞങ്ങളൊക്കെ ചെറിയ യൂട്യൂബേഴ്സാണ്. മനു കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് താത്തയുടെ കണ്ണിൽ. അപ്പോൾ താത്തയ്ക്ക് അവിടെ എന്ത് പണിയാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് മഷിയിട്ട് നോക്കിയിട്ടും താത്തയുടെ പണി എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ താത്ത തന്നെ പറയുന്നത് എനിക്ക് വേറെ പണിയുണ്ട്, അതിൻ്റെ കൂടെയാണിത് ചെയ്യുന്നതെന്നാണ് താത്ത പറയുന്നത്. പക്ഷേ നമ്മളങ്ങോട്ട് മഷിയിട്ട് നോക്കിയിട്ടും മറ്റേ കബഡി നിർത്തി നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല താത്തയുടെ പണി എന്താണെന്ന്. അപ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവാത്ത, പിടികിട്ടാത്ത ഒരു പണിയായിരിക്കും താത്ത ചെയ്യുന്നത്. എന്തെങ്കിലും ആവട്ടെ, താത്തയുടെ ഇഷ്ടമല്ലേ, കാശിനാക്കാനല്ലേ, ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് താത്ത പറയുന്ന കാര്യങ്ങളൊന്ന് അങ്ങോട്ട് വിശകലനം ചെയ്യാം. ഇനിയാണ് നമ്മൾ ആസ്ട്രോളജറിലോട്ട് പോകുന്നത്. ഇയാളെ നിങ്ങൾ അധികം റീച്ചില്ല ഈ വീഡിയോയ്ക്ക്, എന്നാലും ഇയാളുടെ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ്. അപ്പോൾ താത്ത ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്, ആദ്യം താത്ത റിയാക്ട് ചെയ്യുന്നത് സായിനെയാണ്. സായിയെക്കുറിച്ച് താത്ത പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം സായി താത്തയുടെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് സായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മാത്രമേ താത്ത മറുപടി പറയുന്നു. മറ്റുള്ളവരെല്ലാം താത്തയ്ക്ക് ശത്രുക്കളാണ്. മറ്റുള്ളവർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ താത്തയ്ക്ക് അതിന് മറുപടി ഇല്ലാതെ വന്നപ്പോൾ അവരുടെ ഗോഷ്ഠികളും അവരുടെ ഈ തോന്നലുകളും ഒക്കെയാണ് താത്ത എടുത്തിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നത്. അല്ലാണ്ട് താത്തയ്ക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. പറയുന്ന കാര്യങ്ങളിൽ താത്തയുടെ ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് കൊണക്കുകയാണ്. താത്തയുടെ വാക്കാണ്, എൻ്റെ വാക്കല്ല കേട്ടോ. ഈ താത്തയുടെ പേര്, ഞാനത് പേര് പറഞ്ഞില്ലല്ലോ അല്ലേ. പേര് ഫസ്മിന ജാക്കിർ, ഇതാണ് താത്തയുടെ പേര്. ഞാൻ ഈ താത്ത എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? താത്ത എന്നെ വിളിച്ചത് കുട്ടാന്നാണ്. അപ്പോൾ എന്നെക്കാളും പ്രായം കൂടിയ ആളാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ കുട്ടാന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അനിയന്മാരെയാണ് കുട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ താത്ത എന്നെ കണ്ട് താത്തയുടെ ഒരു അനിയനായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ താത്തേനെ താത്ത എന്നല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, താത്ത എന്ന് തന്നെ വിളിക്കാം.
താത്ത പറയുന്നത് റീച്ച് ഇല്ലാത്തൊരു ചാനലാണ്. അതെ, റീച്ച് ഇല്ല. കാരണം നമ്മൾ റീച്ച് നോക്കിയല്ല വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മനസ്സിൽ ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കും. അത് റീച്ച് നോക്കിയിട്ടല്ല താത്ത. അങ്ങനെ നോക്കാനാണെങ്കിൽ താത്തയെ പോലെ കുറേ അധികം കുത്സിതങ്ങൾ എടുത്തുകൊണ്ട് വരാമായിരുന്നു. താത്തയുടെ ഒരു വീഡിയോ പോലും അനാവശ്യമാണ് ഞാൻ ചെയ്തിട്ടില്ല, ഈ അനിയൻ ചെയ്തിട്ടില്ല. താത്തയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ തേച്ചിട്ട് പോയപ്പോഴും, തേച്ചെന്നല്ലേ എന്ന് പറയുന്നത് അല്ലേ, അങ്ങനെയാണല്ലോ അല്ലേ, അങ്ങനെ പോയപ്പോഴും അതിനുശേഷം താത്ത കല്യാണം കഴിച്ചിട്ട് ഈ കല്യാണം കഴിച്ചവനെ കളഞ്ഞപ്പോഴും ഒന്നും നമ്മൾ റിയാക്ട് ചെയ്യാൻ വന്നില്ല. കാരണം താത്ത അത്രയ്ക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് വിട്ടത്. പക്ഷേ ഇവിടെ ഒരുത്തൻ്റെ ജീവിതം കളയാൻ വേണ്ടി താത്ത വന്നതുകൊണ്ട് എക്സ്പോസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി, അപ്പം അതിനകത്ത് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് ചില കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് സംസാരിച്ചു. അത് താത്തയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം അങ്ങനെ സംസാരിച്ചത് റീച്ച് നോക്കിയിട്ടല്ല. കാരണം താത്തയുടെ വീഡിയോ ചെയ്തപ്പോഴും പോലും റീച്ച് ഇല്ല. അതിന് മുന്നേ ചെയ്ത വീഡിയോകൾക്ക് പല വീഡിയോകൾക്കും അത്യാവശ്യം റീച്ച് ഉണ്ട്. പക്ഷെ താത്തയെ ആർക്കും വേണ്ട താത്ത, അതാണ് പ്രശ്നം. എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ താത്ത ചില ആൾക്കാരുടെ തോളത്ത് കയറിയിട്ട് റീച്ച് ഉണ്ടാക്കിയതുപോലെയും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ താത്തയുടെ ചാനലിലേക്ക് കൊണ്ടുവന്നതുപോലെയും, കാരണം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അയാൾ യൂട്യൂബർ ആണെങ്കിൽ, അയാൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറും അയാൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ചാനലൊക്കെ അവരിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ താത്തയുടെ ചാനൽ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്. നമുക്കങ്ങനെ തോളെ കയറാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ ഈ ആമയെഴുന്ന പോലെ എഴിഞ്ഞു പോകുന്നു. കുഴപ്പമില്ല, അങ്ങനെ പോയാൽ മതി, ഒരു വിഷമവും ഇല്ല. പിന്നെ താത്ത പറയുന്നുണ്ട് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നുള്ള ഒരു പരാതി താത്തയ്ക്കുണ്ട്. നമുക്ക് അതിലേക്ക് വരാം കേട്ടോ, ബാക്കി കാണാം. കാരണം അയാൾ എന്നെ മൊത്തത്തിൽ അത്ര എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്മിനയുടെ ഒരു ട്രാപ്പാണ്, ഒരു ഉഡായിപ്പാണ് എന്ന് പറയുന്നുണ്ട്. ഫസ്മിനയുടെ ഉഡായിപ്പ് അയാൾ പൊക്കി. ഉയ്യോ, ആ ചാറ്റ് എക്സ്പോസ് ചെയ്തെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നിയിട്ടാണ്. ഫസ്മിനക്ക് അജണ്ട ഉണ്ട് കേട്ടോ, ഈ ചാറ്റ് പൊക്കിയതിൻ്റെ ഇതെല്ലാം ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതെല്ലാം അജണ്ട ഉണ്ട്, ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങളുണ്ട്. എന്നെ എക്സ്പോസ് ചെയ്യാൻ പോവാണ്, എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ പൊന്നോ. എന്താണ് അജണ്ട? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അജണ്ട? സംസാരിച്ചിട്ടില്ലേ ഇതുവരെ? അപ്പോൾ ഇത്ര നേരമായിട്ട് സംസാരിച്ച് എത്തിയിട്ടില്ലേ? ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു, അതൊരു തരം ഭീഷണിയായിരുന്നു. നിങ്ങളുടെ ടിൻഡറിനകത്തുള്ള പരിപാടികൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു, അതൊരു തരം ഭീഷണിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാം. സോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അയ്യോ, വീഡിയോ തുടങ്ങിയിട്ടില്ലായിരുന്നോ? സസ്പെൻസ് മൊത്തം വെച്ചിട്ട് സബ്സ്ക്രൈബിലോട്ട് പോയി. അയ്യോ, ചേട്ടന് റീച്ച് വേണ്ടായിരിക്കുമല്ലേ വെറുതെ വീഡിയോ? അയ്യോ, താത്ത പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ. മറ്റേ കുറ്റബോധം, അത് പറയാൻ മറന്നുപോയി. ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ താത്തയുടെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, താത്തയ്ക്ക് കുറ്റബോധം തോന്നും അക്ബറിൻ്റെ കാര്യം എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് താത്ത എക്സ്പോസ് ചെയ്തത്. നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം ആൾക്കാർ കാണാൻ വേണ്ടിയും റീച്ച് കിട്ടാൻ വേണ്ടിയും കാശിന് വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് പുണ്യം കിട്ടാൻ വേണ്ടി അല്ല. പിന്നെ ആ ചെയ്യുന്നതിനകത്ത് ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, താത്തയ്ക്ക് അറിയില്ലെങ്കിലും. താത്തയ്ക്ക് ഈ എത്തിക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമൊന്നും താത്തയ്ക്ക് അറിയാൻ വഴിയില്ല. താത്തയ്ക്ക് അത് ഇല്ലാത്തതുകൊണ്ട് അല്ലേ താത്ത? ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു. ഈ കണിയാനെന്ന് പറയുമ്പോൾ കണിയാൻ്റെ വേഷവിധാനം എനിക്ക് ഈ ചന്ദനം കിട്ടിയില്ല കേട്ടോ. ഞാൻ നോക്കി, പക്ഷേ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പക്ഷേ വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, കണിയാന്മാരെ പോലെ 3 മോതിരം, പിന്നെ ഈ കയ്യിലൊരു മോതിരം, പിന്നെ കണ്ട താത്ത പറഞ്ഞു മണിയൊക്കെ വേണമെന്ന് പറഞ്ഞു. കണ്ട മണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റീച്ച് ചോദിച്ചതിനാണ് വാങ്ങുന്നത്, അന്തസ്സായിട്ട് ചോദിച്ചതിനാണ് വാങ്ങുന്നത്. ഒരു പ്രശ്നമില്ല അതിന്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു തന്നെയാണ് വാങ്ങുന്നത്. ഒരു സമയത്ത് പറയത്തില്ലായിരുന്നു കേട്ടോ താത്ത, പക്ഷേ ഇപ്പോൾ അത് ചോദിച്ചും പറഞ്ഞൊക്കെ തന്നെയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് അതിന് ഒരു മടിയുമില്ല. ഇനിയും ചോദിക്കും. പക്ഷേ താത്തയുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ആരും ദയവ് ചെയ്ത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. എനിക്ക് ആ റീച്ച് വേണ്ട, അതുകൊണ്ടാണ്. പ്ലീസ് ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്യരുത്. ബാക്കി കേൾക്കാം. എന്നെ പറ്റി പറയാൻ വേണ്ടി മാത്രം വീഡിയോ ഇട്ടായിരിക്കും. അല്ല, വീഡിയോ ഇത്രയും തീവ്രതയിലൂടെ നമ്മൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? പോട്ടെ, താത്തയ്ക്ക് മൊത്തത്തിൽ മിസ്റ്റേക്ക് ആണല്ലോ. അപ്പോൾ പിന്നെ ഈ മിസ്റ്റേക്ക് അതിൻ്റെ വഴി കൂടെ അങ്ങ് പൊക്കോട്ടെ താത്ത, കുഴപ്പമില്ല. താത്തയുടെ മിസ്റ്റേക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊക്കോളും. ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. കണിയാൻ അയാൾക്ക് പേരിടാം. കണിയാൻ പറയൂ. ഇനി കണിയാൻ്റെ കാര്യമാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കണിയാൻ പറഞ്ഞ കാര്യങ്ങളിൽ, കണിയാൻ ചോദിച്ച കാര്യങ്ങളിലോ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും താത്തയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമോ മറുപടിയോ ഒന്നും ഇല്ല കേട്ടോ. ഈ പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ താത്തയെ അങ്ങോട്ട് കൊണയ്ക്കുന്നു. താത്തയുടെ വാക്കാണ്, എൻ്റെ വാക്കല്ല. ഞാൻ അങ്ങനെ പറയാറില്ല, ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല. പക്ഷെ താത്തയുടെ വാക്കാണ് കൊണയ്ക്കൽ.
എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ഫസ്മിന തന്നെയാണ് ഈ ചാറ്റ് ചെയ്തത്, അക്ബറിനോട് ചാറ്റ് ചെയ്തത് ഫസ്മിന തന്നെയാണ് എന്ന് എന്തുകൊണ്ട് ഞാൻ പറയുന്നു? അല്ലെങ്കിൽ ഫസ്മിന ഒപ്പം ഇരുന്നു കൊണ്ട് ആരെയോ കൊണ്ട് ഈ ചാറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓ മൈ ഗോഡ്, ആദ്യം പറയുന്ന ഫസ്മിനാണ്, പിന്നെ പറയുന്ന ഫസ്മിനെ ഒപ്പം എഴുത്തി മോളെ നീ ഇത് ചാറ്റ് ഇടീന്ന് പറഞ്ഞ് ആരെയോ കൊണ്ട് ഞാൻ ചാറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് കണിയാൻ പറയുന്നത്. എല്ലാം നോം പറയുന്ന പോലെ കേട്ടോ, ബാക്കി കേൾക്കാം. അയ്യോ അല്ലേ, അങ്ങനെ അല്ലായിരുന്നോ? അച്ചോ, കണിയാൻ വിചാരിച്ചു താത്തയുടെ കൂട്ടുകാരിയെ കൊണ്ട് അടുത്തിരുത്തിയിട്ട് ചാറ്റ് ചെയ്യിച്ചതായിരിക്കുമെന്ന്, അല്ലെങ്കിൽ പിന്നെ താത്ത ചെയ്തതായിരിക്കുമെന്ന്. അങ്ങനെ അല്ലേ പിന്നെ താത്ത പറയണ്ടേ, താത്ത ആരാണിത് ചെയ്തതെന്ന്, ആരാണ് ആ ചാറ്റ് ചെയ്തതെന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? കാരണം താത്ത എക്സ്പോസ് ചെയ്തത് ഒരുത്തനെയാണല്ലോ, ആ ഒരുത്തൻ്റെ കൂടെ ഒരു ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. ആ ഒരുത്തി, അതിന് താത്ത പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ആ ഒരുത്തി സിംഗിൾ ആയിരുന്നത് കൊണ്ടാണ് ഞാനത് എക്സ്പോസ് ചെയ്യാത്തത്, അവളുടെ കാര്യം പറയാത്തത്. എന്തിനാണ് അവളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നത്? എന്തേ അവൻ ഈ പറയുന്ന മാനാഭിമാനമൊന്നും ഇല്ലേ താത്ത? അവനൊരു പാർട്ട്ണർ ഉള്ളത് കൊണ്ട് അവന് വന്ന മെസ്സേജിന് അവൻ റിപ്ലൈ കൊടുക്കാൻ പാടില്ലെന്നാണോ താത്തയുടെ അഭിപ്രായം? ആണോ? അവനങ്ങനെ മറുപടി കൊടുത്തെങ്കിൽ അതിന് മോശമായ മറുപടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ താത്ത? ഇല്ലായിരുന്നല്ലോ. ഈ നമ്പർ കിട്ടിയപ്പോൾ, ഫോൺ നമ്പർ കിട്ടിയപ്പോൾ താത്തയ്ക്ക് ഉടനെ ഒരു ക്യൂരിയോസിറ്റി, താത്ത പോയിട്ട് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ നോക്കുന്നു വാട്സാപ്പിൽ. എന്തിന്? എന്നിട്ട് അവിടെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ ടിൻഡർ അക്കൗണ്ടിനെ കുറിച്ച് അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്. എന്തോന്ന് മാങ്ങ പറിക്കാൻ വേണ്ടിയാണോ താത്ത അത് പറഞ്ഞത്? അതിന് മറുപടി താത്തയ്ക്കില്ല, ഇതിനൊന്നും മറുപടിയില്ല. താത്തയ്ക്ക് ഈ കൊണക്കൽ മാത്രമേ ഉള്ളൂ, മറുപടിയൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊരു പോയിന്റ്, അക്ബറിന് ഒരു മോശം ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരുപക്ഷെ അക്ബർ ഒരു സിംഗറാണ്, ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം അത്. ഞാൻ പറയുന്ന കാര്യമാണ്, സത്യമാവണമെന്നില്ല. അവിടെ എൻ്റെ പൊന്നു മോനെ, മണ്ടത്തരം പിന്നീട് പറയല്ലേ. ടിൻഡർ ഒരു ഡേറ്റിംഗ് ആപ്പാണ്, അവിടെ പാട്ട് പാടാൻ മ്യൂസിക്കൽ നൈറ്റ് നടത്താൻ പറ്റത്തില്ല, അവാർഡ് ഷോ ഒന്നും ഇല്ല ടിൻഡറിൽ ഡേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഈവൻ വോയിസ് അയക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി. താത്ത ആദ്യത്തെ വീഡിയോ മുതൽ, അക്ബറിനെ എക്സ്പോസ് ചെയ്ത വീഡിയോ മുതൽ പറയുന്നുണ്ടായിരുന്നു താത്ത ടിൻഡറിനകത്ത് കയറിയിട്ടില്ല, താത്തയ്ക്ക് ടിൻഡർ അക്കൗണ്ട് ഇല്ല. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണ് ഞാൻ കേട്ടത് കേട്ടോ. കാരണം ഞാൻ കേട്ടത് വെച്ചാണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താത്തയ്ക്ക് ടിൻഡർ അക്കൗണ്ട് ഇല്ലെന്നും താത്തയ്ക്ക് ടിൻഡറിനകത്ത് താത്ത കയറിയിട്ടില്ലെന്നൊക്കെയാണ് താത്ത അങ്ങോട്ട് മൊഴിഞ്ഞത്. പിന്നെ എങ്ങനെയാണ് കയറാത്ത ഒരാൾക്ക് അതിനകത്ത് കിടക്കുന്ന A to Z കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്? താത്ത അതിൽ വെച്ച് ഈ ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് റിസർച്ച് വല്ല നടത്തുന്നുണ്ടോ? അല്ല, എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. താത്ത നടത്തുന്നുണ്ടോ റിസർച്ച്? അങ്ങനെ എന്തെങ്കിലും റിസർച്ച് ടോപ്പിക് അതാണോ താത്തയുടെ? ഡേറ്റിംഗ് ആപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഡേറ്റിംഗ് ആപ്പുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കാരണം അക്ബറിനെ എക്സ്പോസ് ചെയ്ത വീഡിയോയ്ക്കകത്തും താത്ത ടിൻഡർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോയ്ക്കകത്തും താത്ത സായിയെ പഠിപ്പിക്കുന്നുണ്ട്. സായി പറയുന്നുണ്ടായിരുന്നു വെരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ വേണമെന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ താത്ത അവിടെ സായിനെ തിരുത്താണ്. അതിനൊന്നും ആവശ്യമില്ല സായി, ജോയിൻ ചെയ്ത് 24 hours വെരിഫിക്കേഷൻ കിട്ടും. അപ്പോൾ താത്തയ്ക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല. നല്ല ന്യായീകരണം അങ്ങോട്ട് ബോധിച്ചു. താത്ത പിന്നെ ഡേറ്റിങ്ങൊന്നും പോകത്തില്ല. എന്തോ ബാക്കി കേൾക്കാം അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് കുട്ടാ? മ്യൂസിക്കൽ നൈറ്റ് നടക്കുന്ന പ്രോഗ്രാം താത്ത ഏത് വഴി കൂടിയാണ് പാട്ട് പാടുന്നത്? നാവുകൊണ്ട് തന്നെ അല്ലേ? വേറെ വഴിയൊന്നും എനിക്കറിയില്ല. താത്തയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അല്ലേ, നാവുകൊണ്ടാണ് നമ്മളൊക്കെ പാട്ട് പാടുന്നത്. വേറെ വല്ല വഴിയുണ്ടോ? താത്തയ്ക്ക് അറിയായിരിക്കും. അല്ല, അത് അങ്ങനെ ഒരു ആപ്പ് അല്ല ടിൻഡർ ഇസ് നോട്ട് ഫോർ ഷോസ്. അവിടെ കഴിവ് തെളിയിക്കാനല്ല, വേറെ പല കഴിവുകളും തെളിയിക്കാൻ പറ്റും. പക്ഷെ പാട്ടിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ വല്ല കഴിവും തെളിയിക്കാൻ പറ്റും. തെളിയിച്ചിട്ടുണ്ടോ താത്ത? അതുകൊണ്ടാണോ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങോട്ട് മൊഴിയുന്നത്? അയ്യോ, ഒന്നും പറയാൻ പാടില്ല. ഒരു ഭീഷണിയുടെ സ്വരം വരുന്ന അവിടെ. എന്താണ് ഭീഷണി? തൻ്റെ ടിൻഡർ അക്കൗണ്ടിലെ കുൽസിതങ്ങൾ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും അക്ബർ അവിടെ പേടിച്ചിരുന്നുവെങ്കിൽ, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ എന്നെ നാണം കെടുത്തരുതേ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഹസ്ബൻഡ് അവിടെ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമായിരിക്കും. അതെന്താണെന്നറിയാമോ? ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരി ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല, പകരം നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരൂ എന്നായിരിക്കും ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. അതിന് പോസിബിലിറ്റി ഇല്ലേ? എൻ്റെ പൊന്നടാവേ, എൻ്റെ പൊന്നോ, എന്തൊക്കെ കേൾക്കണം. നിങ്ങളുടെയൊക്കെ ഒരു പേഴ്സ്പെക്റ്റീവ്, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ച പേഴ്സ്പെക്റ്റീവ് പറയാം, നമുക്ക് പേഴ്സ്പെക്റ്റീവ് പറയാൻ പറ്റത്തില്ല. അതെന്നെ ന്യായമാണെന്ന് നോക്കിക്കോണേ. താത്തയ്ക്ക് താത്തയുടെ പെർസ്പെക്റ്റീവ് പറയാം താത്ത. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നാട്ടുകാർ പറയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് താത്ത പറയുന്ന പെർസ്പെക്റ്റീവ് എല്ലാവരും അംഗീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ താത്ത? ഇല്ലല്ലോ.
അത്രയേ ഉള്ളൂ. അപ്പോൾ താത്തയുടെ അഭിപ്രായം പറയുന്നു, അത് പറ്റാത്തവർ അത് പറ്റില്ല എന്ന് പറയും. താത്തയ്ക്ക് അത് എടുക്കാം എടുക്കാതിരിക്കാം. ഈ അഭിപ്രായം അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് താത്തയെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതെവിടെയും കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. താത്തയുടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ താത്തയെ വിമർശിക്കാൻ പാടില്ല എന്ന്? കൊടുക്കുമ്പോൾ അത് തിരിച്ചും കിട്ടും, വാങ്ങണം. ഞങ്ങളെ വിമർശിക്കുന്നില്ലേ താത്ത വന്നിരുന്നിട്ട് പറയുന്നില്ലേ, കൊണയ്ക്കുന്നില്ലേ? ഞാൻ ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് താത്ത ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ടാണ്. താത്തയുടെ വാക്കാണേ. അപ്പോൾ അതിങ്ങോട്ട് കടമെടുത്ത് താത്തയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. നമ്മൾ സാധനം ഇങ്ങോട്ട് വാങ്ങിച്ചാൽ തിരിച്ച് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡിമാൻഡ് ചെയ്ത് ഇതെന്താ സിനിമയോ തട്ടിപ്പോ? ഞാൻ ഡിമാൻഡ് ചെയ്ത് പൈസ വാങ്ങുമെന്ന് വരെ ഇയാൾക്ക് പേഴ്സ്പെക്റ്റീവ് തോന്നി, കണിയാൻ അത് തോന്നി. അപ്പോൾ എനിക്കങ്ങ് ഒരാൾ ടിൻഡറിൽ സംസാരിച്ച് അത് ഡേറ്റിങ്ങിലോട്ട് പോകുന്ന എനിക്ക് കണിച്ചൂടെ? നിങ്ങൾക്ക് മാത്രം കണിക്കാൻ പറ്റത്തുള്ളൂ. താത്ത കണിക്കണം. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞ പോലെ താത്ത കണിച്ചോണം. പക്ഷെ താത്ത കണിക്കുമ്പോൾ മാത്രം അത് കണിയല്ല, മറ്റുള്ളവർ കണിക്കുമ്പോഴാണ് അത് കണിയാനാവുന്നത്. അപ്പോൾ താത്ത കണിച്ച ഒരു കണിക്കൽ ഞാൻ കാണിച്ചു തരട്ടെ. ഒരു മിനിറ്റ്. താത്തയുടെ ഈ അക്ബറിനെ എക്സ്പോസ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് താത്ത ഒരു കണിക്കൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ കണിക്കലൊന്ന് കണ്ടാലോ? നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നുമായിരിക്കും. ആൻഡ് വാട്ട് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഇഫ് അവളത് കണ്ടുപിടിച്ചില്ല? വാട്ട് ഇഫ് താത്ത ഇംഗ്ലീഷിൽ കാണിച്ചപ്പോൾ അത് ഹ ഹ, നമ്മൾ മലയാളത്തിൽ കാണിച്ചപ്പോൾ അത് ഹോ ഹോ. ഈ വാട്ട് ഇഫിൻ്റെ മീനിങ് എന്താണ് താത്ത? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ലേ എന്ന് തന്നെ അല്ലേ? അത് താത്ത തന്നെ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്. അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? അത് എവിടം വരെ പോവായിരുന്നു? താത്ത കണിച്ചതല്ല അല്ലേ? അപ്പോൾ താത്ത എന്നെ കണിയാനെന്ന് വിളിക്കുമ്പോൾ ഞാൻ താത്തയ്ക്ക് എന്ത് പേരിടണം? ഞാനിടുന്ന മോശമല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാം. താത്തയ്ക്ക് ഞാൻ ഏത് പേരിൽ വിളിക്കണമെന്ന് നിങ്ങളൊന്ന് പറയൂ, എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ. താത്തയ്ക്ക് അനുയോജ്യമായൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ. ഞാനത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് താത്തയുടെ ബാക്കി കേൾക്കാം അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പൈസ ഡിമാൻഡ് ചെയ്തെന്ന്. ഞാൻ എവിടെയാണ് പൈസ ഡിമാൻഡ് ചെയ്തത്? എനിക്ക് അയാൾ റിപ്ലൈ തന്നാലും തന്നില്ലെങ്കിലും ഇനി എന്തൊക്കെ ഭൂമി ഇടിഞ്ഞു വീഴുവാണെങ്കിലും ഞാൻ ആ വീഡിയോ ഇടുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇടുമായിരുന്നു എങ്കിൽ താത്ത അവനോട് അങ്ങോട്ട് പോയിട്ട് ചാറ്റ് ചെയ്യില്ലായിരുന്നു. അന്ന് താത്ത പറയുന്നത് അവൻ്റെ വേർഷൻ കൂടി കേൾക്കണമെന്നുണ്ടായിരുന്നല്ലോ. എങ്കിൽ പിന്നെ എന്തിനാണ് താത്ത ആദ്യമേ പറഞ്ഞത്? ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഉടനെ അവനെല്ലാം കൂടെ വിളമ്പത്തിരുന്ന് വിചാരിച്ചു, അയ്യോ ഒന്നും ചെയ്യല്ലേ, അങ്ങനൊന്നും ചെയ്യല്ലേ, എന്നെ നാറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞവൻ പുറകെ കാല് പിടിച്ച് വരുന്നു താത്ത അങ്ങോട്ട് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അവിടെയാണ് താത്തയ്ക്ക് പൊളിഞ്ഞത്. അതിനുശേഷം താത്ത അങ്ങോട്ട് എക്സ്പോസ് ചെയ്തപ്പോൾ അതും ആരും അങ്ങോട്ട് ഏറ്റുപിടിച്ചില്ല. റിയാക്ട് ചെയ്ത ആൾക്കാരുടെ നെഞ്ചത്തോടെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് താത്തയുടെ കൊണക്കൽ. ആസ് ലോങ് ആസ് ഹി ഈസ് നോട്ട് സിംഗിൾ ഞാൻ ആ വീഡിയോ ചെയ്യുമായിരുന്നു. സിംഗിൾ ആണെങ്കിൽ എന്തുമാവാം. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബർ ചെയ്തതിനകത്ത് യാതൊരു ന്യായീകരണവും ഇല്ല. അക്ബർ അതിനകത്ത് നമ്പർ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ സംസാരിച്ച കാര്യമാണ്. പക്ഷെ താത്തയ്ക്ക് ഇത് ചെയ്യാൻ എന്ത് യോഗ്യതയുള്ളത്? ബെറ്റിംഗ് ആപ്പ്, പിന്നെന്താണ്, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്ത് അതുവഴി അക്കൗണ്ട് ബാനായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഏറിൽ കയറിയ താത്ത ഇപ്പം വന്നിട്ട് നന്മമരം കളിക്കുകയാണ്. ഐ എക്സ്പോസ് പീപ്പിൾ. ഞാൻ എല്ലാവരും അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ആ വീഡിയോയ്ക്ക് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അത് പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കുൽസിതങ്ങൾ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞതെന്ന്. നാണമുണ്ടോ? നിലപാടുണ്ടോ? ഈ പറഞ്ഞതിനൊക്കെ മാറ്റി പറയാനായിട്ട് നിലപാടുണ്ടോ? താത്തയുടെ അക്ബർ ഖാനെ എക്സ്പോസ് ചെയ്ത വീഡിയോയും ഇന്നലെ ചെയ്ത വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഞാനതൊന്നും വയ്ക്കുന്നില്ല, കാരണം അതിനുള്ള ഒന്നും ഇല്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടല്ലോ മനുവിനെ കുറിച്ച് താത്ത പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് മനു ടാബും കൊണ്ട് കൂലിപ്പണിക്കാണോ പോകുന്നതെന്ന്. എന്തേ, കൂലിപ്പണി മോശം പണിയാണോ? താത്ത ചെയ്യുന്നതും കൂലിപ്പണി തന്നെയല്ലേ? കൂലി കിട്ടുന്ന ഏത് പണിയും കൂലിപ്പണിയാണ്, ആണോ അല്ലയോ? താത്ത ഇവിടെ ഇരുന്നിട്ട് വായ്ത്താളം അടിക്കുന്നതും കൂലിപ്പണി തന്നെയാണ്. നമ്മളിരുന്ന് വായ്ത്താളം അടിക്കുന്നതും കൂലിപ്പണി തന്നെയാണ്. അത് കൂലിപ്പണി തന്നെയാണ്. അപ്പോൾ ടാബും കൊണ്ട് താത്ത എൻ്റെ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് മറ്റേ മൈക്ക് കൊണ്ട് ഇവിടെ വെച്ചിട്ട് അത് കുഴപ്പമില്ല അല്ലേ? ഇത് ടാബായിപ്പോയി, മറ്റേത് മൊബൈൽ. മറ്റേത് വലുത്, ഇത് ചെറുത്. ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പിടിക്കാത്തത് താത്തയ്ക്ക്. പിന്നെ അവൻ്റെ ഷർട്ട് പർപ്പിൾ കളർ, എൻ്റെ താത്തയ്ക്ക് കളറും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാൽ പിന്നെ ഒരു 10-20 ഷർട്ട് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്ക്. അവനിട്ടോളും, മാറി ഇട്ടോളും, ഒരു കുഴപ്പമില്ല. പിന്നെ താത്ത പറഞ്ഞ കാര്യം എന്താണ്? എക്സ്പ്രഷൻ അവനിട്ടത്. താത്തയിട്ട എക്സ്പ്രഷൻ അവൻ കുറച്ചുകൂടെ അങ്ങോട്ട് എലാബറേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. എനിവേ, താത്തയ്ക്ക് ഇതുകൊണ്ട് ദഹിച്ചു എന്ന് വിചാരിക്കുന്നു. താത്ത ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച്
ചോദിച്ചതിനൊന്നും മറുപടിയൊന്നുമില്ല. അല്ലെങ്കിൽ താത്ത ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ആരാണ് അക്ബറുമായിട്ട് ചാറ്റ് ചെയ്ത ആ പെൺകുട്ടി എടുത്തിട്ട് പുറത്തേക്ക് അറിയട്ടെ. ആ ചാറ്റിൻ്റെ മുകളിൽ ഒരു പേരുണ്ടാവുമല്ലോ, ആ പേരുകാരി ആരാണെന്നുള്ളടുത്ത് പുറത്തിട്ട്. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം അത് വേറൊരാൾ ചാറ്റ് ചെയ്തതാണ്, ആ ആളോടാണ് അക്ബർ സംസാരിച്ചതെന്ന് ഞങ്ങളങ്ങോട്ട് വിശ്വസിക്കാം. അതല്ലെങ്കിൽ താത്ത വെറും വേസ്റ്റ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. പിന്നെ താത്ത പറയുന്നു, ഞാൻ ആ വീഡിയോക്കകത്ത് അതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് എക്സ്പോസ് ചെയ്യാനുള്ള കാരണം ഇല്ലെങ്കിൽ എനിക്ക് കുറ്റബോധം, എനിക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യും എന്നാണ് താത്ത പറയുന്നത്. ഗിൽറ്റ് ഫീൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കുറ്റബോധം തീർക്കാൻ വേണ്ടിയല്ല, റീച്ചും കാശും വ്യൂസൊക്കെ തന്നെയാണ്, പുളിങ്കുരു ഇടാനും അല്ല, മാങ്ങ പറിക്കാനുമല്ല. താത്ത പക്ഷേ താത്തയുടെ കുറ്റബോധം തീർക്കാൻ വേണ്ടി. അങ്ങനെ താത്തയ്ക്ക് എന്നും വീഡിയോ ചെയ്യാൻ സമയമുണ്ടല്ലോ. കുറ്റബോധം എല്ലാ ദിവസവും വരേണ്ടതായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും വീഡിയോകൾ ചെയ്യേണ്ടി വരുമായിരിക്കും. കുറ്റബോധം കൊണ്ടിങ്ങനെ ഒരു സൈഡൊക്കെ ലാലേട്ടനെ പോലെ ചരിഞ്ഞൊക്കെ ആയിരിക്കും നടക്കുന്നത്, കുറ്റബോധം കാരണം. ലാലേട്ടന് പിന്നെ വിനയം കൊണ്ടാണെന്ന് പറയാം, താത്തയ്ക്ക് കുറ്റബോധം കാരണമാണ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ തൽക്കാലം പറയാനായിട്ട്. വേറൊന്നുമില്ല, താത്തയ്ക്ക് ഇത്രയൊക്കെ മതിയും തോന്നുന്നു. ഇനി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ ബാക്കി നമുക്ക് അപ്പം നോക്കാം അല്ലേ. പിന്നെ നമ്മൾ റീച്ചില്ലാത്ത ചാനലായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കാണത്തില്ല. താത്തടയിലൊക്കെ ഇത് എത്തിയാൽ നല്ലത്. താത്ത കാത്തിരിക്കുമായിരിക്കും, നമ്മൾ റിയാക്ട് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കും. കാരണം ആ തംബ്നെയിലിനകത്ത് സായിയുടെയും മൂപ്പൻ്റെയും നമ്മുടെ ഷെഫിന ചേച്ചിയുടെയും പിന്നെ ആരുടെ കൈസിൻ്റെയും ഈ 4 പേരുടെ ഫോട്ടോയേ ഉള്ളൂ. കാരണം റീച്ചുള്ളവരുടെ ഫോട്ടോ വെച്ചാൽ മാത്രമല്ലേ താത്തയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ റീച്ചില്ലാത്ത ആൾക്കാരായിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടില്ല. പക്ഷേ അത് മോശമായി പോയിട്ടാ, ഫോട്ടോയുടെ വെക്കായിരുന്നു. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം, അടുത്ത പ്രാവശ്യം വെച്ചാൽ മതി, സാറില്ല. ഇപ്പോഴത്തേക്ക് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ താത്തയുടെ പേരിടാൻ നമ്മൾ മറക്കല്ലേ. താത്തയ്ക്ക് എനിക്ക് കണിയാണെന്നിട്ടപ്പോൾ താത്തയ്ക്ക് മറ്റേ വാട്ട് ഇഫ് ആ പേര് കൊടുക്കാൻ മറന്നു പോകല്ലേ, ഏത് പേര് വേണമെന്നുള്ളതൊന്ന് ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.